പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സമസ്ത പൊതുപരീക്ഷ ഇനി മണിക്കൂറുകൾ മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. എല്ലാവരും പഠിക്കുന്ന തിരക്കിലായിരിക്കും. നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് താരീഖിൽ വരാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. എല്ലാ വിഷയങ്ങളിലും നമുക്ക് ടോപ്പ്ലസ് മാർക്ക് നേടണം. പ്രധാനപ്പെട്ട വിഷയങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമാണ് നമ്മുടെ ഈ വീഡിയോയിൽ ഉണർത്തുന്നത്. ആദ്യം നമുക്ക് ചോദ്യപേപ്പർ ഒന്ന് വായിച്ചു പോകാം. ചോദ്യം വായിക്കുമ്പോൾ ഏറെക്കുറെ നിങ്ങൾ പഠിച്ചത് തന്നെയായിരിക്കും. പഠിച്ചത് മനസ്സിൽ ഉറക്കാനും പഠിക്കാത്തത് പഠിക്കാനും നമുക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും. യോജിപ്പിക്കാം എന്നതാണ് ഒന്നാമത്തെ ചോദ്യം വന്നിട്ടുള്ളത്. അതിലൊന്ന്, ഹുസൈൻ റളിയല്ലാഹു അൻഹു ജനിച്ച മാസം ശഅബാനാണ്. 2, ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു വഫാത്തായ മാസം ജുമാദൽ ഉഖ്റയാണ്. 3, ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബറുള്ളത് ജന്നത്തുൽ ബഖീയിലാണ്. 4, കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാരുടെ ഖബർ വായക്കാടാണ്. 5-മത്തത്, ഡൽഹിയിലെ ചെങ്കോട്ട സ്ഥാപിച്ചത് ഷാജഹാനാണ്. 6, കുത്തുബ് മിനാർ നിർമ്മിച്ചത് കുത്തുബുദ്ദീൻ ഐബക്കാണ്. 7, മഖ്ദൂം ഒന്നാമൻ്റെ ജനനസ്ഥലം കൊച്ചിയാണ്. തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിച്ച് മാത്രം എടുക്കുക. വെട്ടിത്തിരുത്തലുകൾക്ക് മാർക്ക് കുറയാൻ കാരണമാകും. വൃത്തി വളരെ പ്രധാനമാണ്. അതുകൊണ്ട് ഇതുപോലെ ഓപ്ഷനുകൾ തിരഞ്ഞെടുക്കുമ്പോൾ നല്ലോണം ആലോചിച്ച് മാത്രം എഴുതുക. ആദ്യം എഴുതി പിന്നെ തെറ്റി അങ്ങനെ മാറ്റി കുത്തിവരകൾ വന്നാൽ അത് നോക്കുന്നയാൾക്ക് വിഷമമുണ്ടാക്കും. ശ്രദ്ധിക്കുക. രണ്ടാമത്തെ ചോദ്യം ശരി അടയാളപ്പെടുത്താം എന്നതാണ്. ഒന്നാമത്തെ ചോദ്യം നമ്മൾ വായിച്ചതുപോലെ തന്നെയും രണ്ടാമത്തതല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചോദ്യം നമുക്ക് ഉറപ്പായും പ്രതീക്ഷിക്കാം. ശരിയിടുമ്പോൾ അതിൻ്റെ കള്ളിയിൽ ഒരൊറ്റ ശരി മാത്രം ഇടുക. ആദ്യം ഒരു കള്ളിയിലിട്ട് അത് മാറ്റി വേറെ കള്ളിയിലിട്ട് അതൊക്കെ നമ്മുടെ ടോപ്പ്ലസ് നഷ്ടപ്പെടാൻ കാരണമാകും. പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്നാമത്തത്, വരക്കൽ മുല്ലക്കോയത്തങ്ങൾ വഫാത്തായത് 1932. രണ്ടാമത്തത്, മഖ്ദൂം രണ്ടാമൻ രചിച്ചതാണ് ഫതുൽ മൊയ്ൻ. മഖ്ദൂം രണ്ടാമൻ രചിച്ചതാണ് ഫതുൽ മൊയ്ൻ. മൂന്നാമത്തത്, അറക്കൽ രാജകുടുംബം നിലവിൽ വന്നത് ഹിജ്റ 64-ലാണ്. നാലാമത്തത്, അബ്ബാസിയ ഖിലാഫത്തിൻ്റെ തുടക്കം ഹിജ്റ 132-ലാണ്. 5, ത്വൽഹ റളിയല്ലാഹു അൻഹു വഫാത്തായ യുദ്ധം ഏതാണ്? ജമൽ യുദ്ധമാണ്. 6-മത്തത്, സഈദ് റളിയല്ലാഹു അൻഹു വഫാത്തായ സ്ഥലം അഖീഖിലാണ്. ഇനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ പൂരിപ്പിക്കാം എന്ന ചോദ്യമാണ്. ഇങ്ങനെ ഒരു ചോദ്യമുണ്ടാകും. പാഠം 1 മുതൽ അവസാനം വരെ ടോപ്പ്ലസ് കിട്ടാൻ ആഗ്രഹിക്കുന്ന ആളുകൾ വായിച്ച് മനസ്സിലാക്കി വെക്കണം. പൂരിപ്പിക്കാൻ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്നായിരിക്കും ചോദ്യങ്ങൾ വരിക. അത് നമ്മുടെ ടോപ്പ്ലസ് നഷ്ടപ്പെടാൻ കാരണമാകരുത്. അതുകൊണ്ട് ഓൺലൈൻ ക്ലാസ്സുകൾ മാത്രം പോരാ, പാഠം നന്നായി വായിക്കണം. ഒന്നാമത്തത്, ഉമർ ഖാദി റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവ് അലി എന്നവരാണ്. 2, മമ്പുറം തങ്ങളുടെ ജനനവർഷം 1166 മൂന്നാമത്തത്, മഖ്ദൂം രണ്ടാമൻ വഫാത്തായ സ്ഥലം ചോമ്പാലാണ്. 4, കുത്തുബി മുഹമ്മദ് മുസ്ലിയാരുടെ ഖബർ എവിടെയാണ്? ചൊക്ലിയാണ്. 5-മത്തത്, അബ്ദുൽ ബാരി മുസ്ലിയാരുടെ ജനനസ്ഥലം വാളക്കുളമാണ്. 6-മത്തത്, ഹൈദരാബാദിൽ മുഫ്തിയായിരുന്നു ഷിഹാബുദ്ദീൻ ഷാലിയാത്തി. ഇതൊക്കെ നിങ്ങളുടെ ഓർമ്മയിലുണ്ടോ എന്നുകൂടെ ഒന്ന് പരിശോധിക്കുക. ഒരു വട്ടം കേട്ടിട്ട് പഠിച്ചില്ലെങ്കിൽ മറ്റൊരു തവണ കൂടെ കേട്ട് മനഃപ്പാഠമാക്കി വെക്കുക. ഇനി ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 12 ചോദ്യങ്ങളാണ് വായിക്കാൻ പോകുന്നത്. ഇതൊക്കെ നിങ്ങൾ പഠിച്ചതാണോ എന്നൊന്ന് ഉറപ്പുവരുത്തുക. 4-മത്തത് ഉത്തരം എഴുതാം. 1, ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മാതാവിൻ്റെ പേര് എന്ത്? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. 2, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ജനനസ്ഥലം ഏത്? മദീന. 3, അശറത്തുൽ മുബശ്ശറയിൽ നിന്ന് അവസാനം വഫാത്തായത് ആരാണ്? സഅദ് ബിനു അബി വഖാസ് റളിയല്ലാഹു അൻഹു. 4, പിതാവിൻ്റെ ദുആ കാരണം ഇസ്ലാമായത് ആര്? സഈദ് റളിയല്ലാഹു അൻഹു. 5, ഇസ്ലാമിന് വേണ്ടി ആദ്യമായി വാളൂരിയ വ്യക്തി ആര്? സുബൈർ ബിനു അവ്വാം റളിയല്ലാഹു അൻഹു. 6, ത്വൽഹ റളിയല്ലാഹു അൻഹു ഏറ്റവും വലിയ പോരാട്ടം നടത്തിയ യുദ്ധം ഏത്? ഉഹദ് യുദ്ധം. 7, അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ഇസ്ലാമിൽ എത്തിയത് ആരിലൂടെ? അബൂബക്കർ റളിയല്ലാഹു അൻഹുവിലൂടെ. 8, ഇന്ത്യയിൽ ഏറ്റവും ഉയരമുള്ള മിനാരം ഏത്? കുതുബ് മീനാർ.
9 അറക്കൽ രാജകുടുംബത്തിൻ്റെ ആദ്യ തലസ്ഥാനം എവിടെ? ധർമ്മടം. 10 ചേരമാൻ മസ്ജിദിൻ്റെ സ്ഥാപകൻ ആര്? മാലിക് ബിനു ദീനാർ റളിയല്ലാഹു അൻഹു. 11 മുർഷിദുത്തുല്ലാബ് എന്ന കിതാബിൻ്റെ രചയിതാവ് ആര്? മഖ്ദൂം ഒന്നാമൻ. 12 സുബൈർ റളിയല്ലാഹുവിൻ്റെ കുടുംബനാമം എന്ത്? ബനു അസദ്. എന്നിങ്ങനെയാണ് അതിൻ്റെ ഉത്തരങ്ങൾ വരുന്നത്. ഇത് വായിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി പാഠത്തിൻ്റെ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ് ഇതിലൊക്കെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാ പാഠത്തിലെയും ചോദ്യങ്ങളുടെ ഉത്തരം ടോപ്പ് പ്ലസ് നേടാൻ ഉദ്ദേശിക്കുന്നവർ പഠിച്ചിരിക്കൽ അനിവാര്യമാണ്. ഒരിക്കലും ഏതാണ് ചോദിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും പഠിച്ചു എന്ന് ഉറപ്പുവരുത്തുന്നത് നന്നായിരിക്കും. ഇനി 5-മത്തത് വ്യക്തമാക്കാം എന്ന ചോദ്യമാണ്. ഉമർ ഖാളി റളിയല്ലാഹു അൻഹു രചിച്ച 3 കിതാബുകളാണ് ചോദിച്ചിട്ടുള്ളത്. നഫായിസുദ്ദുറർ, മഖാസിദുൻ നിക്കാഹ്, ഹുസൂലു ദബ്ഹ്. 2 ഇസ്ലാമിക ഖിലാഫത്തിൻ്റെ 4 പ്രധാന ഘടകങ്ങൾ. 1 ഖിലാഫത്തുർ റാഷിദ, ഖിലാഫത്തു അമവിയ, ഖിലാഫത്തു അബ്ബാസിയ, ഖിലാഫത്തു ഉസ്മാനിയ. വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണത്. 3-മത്തത് ഇസ്ലാം കേരളത്തിൽ ഉണ്ടാക്കിയ 3 സാമൂഹിക ഗുണങ്ങൾ. ഒട്ടുമിക്ക പരീക്ഷയ്ക്കും ചോദിക്കുന്ന ചോദ്യമാണ്. മാന്യമായ വേഷവിധാനം, മഹത്തായ ജീവിതശൈലി, എല്ലാ ജനങ്ങളെയും സ്നേഹിക്കുവാനുള്ള കഴിവ്. ഇതുപോലെ താരീഖിൽ ഒട്ടുമിക്ക പാഠങ്ങളിലും 2, 3, 4 വിഷയങ്ങളൊക്കെ വരുന്ന ചോദ്യങ്ങളുണ്ട്. അതൊന്ന് നോട്ട് ചെയ്യുന്നത് നന്നായിരിക്കും. ചുരുങ്ങിയത് അതിൽ നിന്ന് 2-3 കാര്യങ്ങൾ പഠിച്ചു വെക്കുക. പ്രത്യേകിച്ച് മഹാന്മാരായ ആളുകൾ രചിച്ച കിതാബുകൾ അത് സാധാരണ ചോദിക്കാറുണ്ട്. അതും കൂടെ നമ്മൾ പഠിച്ചു വെക്കുക. ചിലപ്പോൾ ബ്രാക്കറ്റിൽ നിന്നോ മറ്റോ എഴുത്തെഴുതാനായിരിക്കും. നമ്മളെ ടോപ്പ് പ്ലസ് നഷ്ടപ്പെടുത്താനുള്ള പല തന്ത്രകുതന്ത്രം രൂപങ്ങളിലുള്ള ചോദ്യങ്ങളുണ്ടാകും. അതെല്ലാം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. അതേപ്രകാരം തന്നെ എല്ലാ ഭാഗവും നന്നായി നമ്മൾ നോട്ട് ചെയ്യുക. ടോപ്പ് പ്ലസ് കുറക്കാനുള്ള 1-2 ചോദ്യങ്ങൾ കുറച്ച് കടുപ്പത്തിലുണ്ടാകും. ആ ചോദ്യത്തിൻ്റെ ഉത്തരം അറിയാൻ കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. നമുക്ക് ടോപ്പ് പ്ലസ് ഉറപ്പിക്കാൻ കഴിയും. ഇൻഷാ അള്ളാ എല്ലാവരും നല്ല രൂപത്തിൽ ആലോചിച്ച് മാത്രം ഉത്തരങ്ങൾ എഴുതുക. സംശയങ്ങളുണ്ടെങ്കിൽ ഉസ്താദിനോട് ചോദിക്കുക. ഇൻഷാ അള്ളാ നല്ല നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ഒരു ലൈക്ക് കൊടുത്തേക്കുക. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും ടോപ്പ് പ്ലസ് വിജയം നൽകട്ടെ. കമൻറ്റിൽ ആമീൻ പറയുന്ന എല്ലാവർക്കും അല്ലാഹു തആല ഒരു മാർക്കും കുറക്കാതെ മുഴുവൻ മാർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഉന്നതമായ ഖൈറായ ഉയർച്ചയുള്ള വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ.